ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനോസ് ട്രീറ്റ്സിലേക്ക് സ്വാഗതം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീട്രൂട്ട് കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. ബീട്രൂട്ട് കറിക്ക് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ അതിശയിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയായത്. അതിനായിട്ട് ഒരു 2 ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഈ രീതിയിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് നിറച്ചുണ്ട് കേട്ടോ. ഇത് ഇനി ഒരു പാത്രത്തിലേക്കിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേകാനായിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ബീട്രൂട്ട് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചാൽ പൊട്ടി വരുന്ന ഒരു പാകത്തിൽ, അല്ലെങ്കിൽ ബീട്രൂട്ട് നമ്മൾ കടിക്കുന്ന സമയത്ത് സുഖമായിട്ട് തന്നെ നമുക്ക് കടിക്കാനായിട്ട് പറ്റണം. ആ ഒരു പാകത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുന്ന പോലെ അത്രയും അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയി പോകേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് കറിയും കൂടി ആക്കേണ്ടതാണ്. ഇനി ഒരു മിക്സി ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും 1.5 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 പച്ചമുളകും കൂടി ചേർത്ത് ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു വലിയ സവാള ഹാഫ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി വരെ ചേർത്ത് കൊടുക്കാം. ഇതിന് വഴറ്റി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു വലിയ ടൊമാറ്റോ കുറച്ച് കനത്തിൽ സ്ലൈസ് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കനത്തിലാട്ടോ ടൊമാറ്റോ കട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ആ വെള്ളം ഊറ്റി എടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കറിയിലേക്ക് ചേർക്കേണ്ടതാണ്. ഏകദേശം ഒരു 3/4 കപ്പോളം കിട്ടിയിട്ടുണ്ട് ആ ബീട്രൂട്ട് വേവിച്ച വെള്ളം. ഇതിന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് വേവിച്ചെടുത്ത വെള്ളം കൊണ്ട് തന്നെ ആ മിക്സി ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഒന്ന് ഇളക്കിയിട്ട് ആ കറിയുടെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ കറിയിലേക്ക് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിൽ വേണം ഗ്രേവി ഇരിക്കേണ്ടത്. ഇതിനി തിളച്ച് പാകമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. ഒന്ന് ഇളക്കി തിളച്ച് വരുമ്പോൾ കറിവേപ്പിലയിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കറി ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് കറി ഒന്ന് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ശേഷം അടപ്പ് തുറന്ന് കറി ഒന്ന് ഇളക്കി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കറി ഒന്ന് തുറന്ന് വെച്ച് തിളയ്ക്കാനായി വയ്ക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ലാസ്റ്റിൽ ചേർക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കറിയിൽ നന്നായിട്ട് എടുത്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ആവശ്യത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടെ തൂകിയെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ബീട്രൂട്ട് കറി റെഡിയായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.